ശിവദാസന്റെ മകളെ പാമ്പിന്റെ വിഷം ഇറക്കി കൊല്ലാമെന്ന് വിചാരിച്ചു. അത് നടന്നില്ലെങ്കിലും അവളുടെ അപ്പൻ വിഷം ഇറങ്ങി ചാവൂന്ന് കേൾക്കുമ്പോ ഒരു ചെറിയ സുഖം. എന്നാലും കുഞ്ഞോളെ, ഞാനേ അതല്ല ആലോചിക്കുന്നേ. ഈ ശിവദാസന് ഒറ്റയ്ക്ക് വിഷം കഴിച്ച പോരായിരുന്നു. ആ മിണ്ടാപ്രാണിയെ കൂടി കൊല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ചാവണം. ശിവദാസന്റേതെന്ന് പറയാൻ ഒന്നും അവശേഷിക്കരുത്. ഒന്നും. കുഞ്ഞോളെ, ഈ ഭദ്രന് ഒരു കൊച്ചു ബുദ്ധി വെച്ച് പറയുക. ഏതായാലും ജയിലിൽ കിടക്കുന്ന ശിവദാസന് വിഷം കിട്ടാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ വിഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശിവദാസന്റെ സന്ദർശകരാരെങ്കിലും കൊടുത്തതായിരിക്കും. പോലീസ് അങ്ങനെ സംശയിക്കാനേ വഴിയുള്ളൂ. ശിവദാസനെ ഇന്ന് കാണാൻ പോയത് ശിവദാസന്റെ ഭാര്യ സീതയും മോള് ചിന്നുവും കൂടിയാണല്ലോ. ശിവദാസനും ഭാര്യ സീതയും വിഷം കഴിക്കുകയും ചെയ്തു. ജയിലിൽ ശിവദാസനെ കാണാൻ പോയ രണ്ടുപേരിൽ ഒരാൾ ശിവദാസനുമായി ചേർന്ന് വിഷം കഴിച്ചു. ഇത് ഒരു ആത്മഹത്യാ ശ്രമമല്ല, കൊലപാതകമാണെന്ന് ചിന്തിച്ചാലോ? ആരെയായിരിക്കും കൊലപാതകയായി ആദ്യം സംശയിക്കുക? അത് കൂടെ പോയ ചിന്നുനെ തന്നെയാവും. അങ്ങനെയെങ്കിൽ രമാദേവിയുടെ സ്വാധീനം വച്ച് കേസ് ആ തരത്തിൽ തിരിച്ചുവിട്ടൂടെ? അതിന് ചിന്നു അവരെ കൊല്ലാൻ നോക്കിയില്ലല്ലോ ഭദ്രേട്ട. കുഞ്ചുമങ്ങളുടെ പറച്ചിൽ കേട്ടാലേ ആ ശിവദാസൻ തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊന്നിട്ടാണ് ജയിലിൽ കിടന്ന് നരയിക്കുന്നെന്ന് തോന്നുന്നു. ശിവദാസൻ ഇന്നുവരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണെന്ന് എന്നെക്കാളും നന്നായിട്ട് കുഞ്ഞോക്കറിയാം. അങ്ങനെയാവുമ്പോ കാര്യങ്ങൾ എളുപ്പമായില്ലേ കുഞ്ഞോളെ? കൊലപാതകയായി ജയിലിൽ കിടക്കുന്നയാളെ ആരും LLB പഠിപ്പിക്കാനൊന്നും വിടത്തില്ലല്ലോ. ശിവദാസൻ ഏതായാലും മരണമുറപ്പിച്ച മാട്ട. ചിന്നുവല്ല ഇതിന്റെ പിന്നിലെന്ന് പറയാൻ സീതയ്ക്കാണെങ്കിൽ നാവും പൊന്തത്തില്ല. ആ വഴിക്കൊന്നും നോക്കുന്നത് ബുദ്ധിയായിരിക്കില്ലേ? ആ കുഞ്ഞോളെ, ഒരു കാര്യം കൂടി. ഈ ചാനലുകളിലൊക്കെ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ശിവദാസന് 2 മക്കളാണെന്ന്. അതിൽ മൂത്ത മോള് എവിടെയെന്ന്. മൂത്ത മകളോ? അതാരാ? അതാണ് എനിക്കും അറിയാത്തത്. എന്തായാലും അത് ഉടനെ കണ്ടുപിടിക്കണം.